സോ യെസ്, അങ്ങനെ എമ്പുരാൻ്റെ പിറകെ ഇതാ തുടരും ട്രെയിലറും വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. സത്യം സത്യം അടിച്ചാലും സത്യം. ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. ഇവിടെ സത്യമാണ് കേട്ടോ. എല്ലാവർക്കും സ്കൂളിനെ പറ്റി ആലോചിക്കുമ്പോൾ ഇങ്ങനൊരു മെമ്മറി കാണും. പി ടി പീരീഡിന് പോകാമെന്നും പറഞ്ഞിരിക്കും, അപ്പം കയറി വരും ഒരു സാറ്. നമുക്കുണ്ടായിരുന്നു സെയിം സാറ്. ചോദിക്കുമ്പോൾ പറയും പോഷൻ തീർക്കാനാണെന്ന്. അതൊക്കെ ഒരു നൊസ്റ്റാൾജിക് സാധനം തന്നെയാണ്. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്ന? ഓ ശോഭന. ഇവർ രണ്ടുപേരും ഒരു ഐക്കോണിക് പെയർ തന്നെയാണ്. വിൻറ്റേജ് സാധനമൊക്കെ എടുത്ത് നോക്കിയാൽ എന്തുമാത്രം സിനിമകളാണ്. എന്തായാലും എക്സൈറ്റഡ് ആണ് നല്ലപോലെ. ആ താടി തൊട്ട് കൈ ഞാൻ വെട്ടു. അല്ല അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം കളിച്ചതാടാ. ഹാറ്റേഴ്സിൻ്റെ അണ്ണാക്കിലടിയിലാണ് സാധനം. താടിയൊക്കെ ഒരുപാട് ട്രോളി ഉറക്കിയതാണ് മോഹൻലാൽ സാറിനെ. അതായത് താടി വെച്ച് അഭിനയിക്കുള്ളൂ. കാരണം അറിയാലോ, ബോട്ടോക്സ് അടിച്ച് ആകെ പ്രശ്നമായിരുന്നു ആ ഓടിയതിന് ശേഷം. അതേപോലെ തന്നെ കുറേ കാലത്തിന് ശേഷം ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഒരു ബ്രൊമാൻസിന് ശേഷം ഞാൻ ഈ സിനിമയിലാണെന്ന് തോന്നുന്നു കൂടുതൽ എനർജറ്റിക് ആയിട്ട്. ആ ഒരു വിൻറ്റേജ് ടച്ചൊക്കെ ഉണ്ട്. വിൻറ്റേജ് എത്രയൊക്കെ പിടിച്ചാലും അറിയാലോ, ആ ഒരു ഇതിലെത്തില്ല. ബ്രൊമാൻസ് കഴിഞ്ഞ ശേഷം ഇത്ര എനർജിയോടെ കാണുന്ന ഒരു സിനിമയാണിത്. എമ്പുരാനിൽ അറിയാലോ പുള്ളി മാസമായിരിക്കും, പക്ഷെ ഇങ്ങനെ ഇത്ര എനർജി, അതായത് പുള്ളിക്കാരനെ കുറേ ഐക്കോണിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. ഈ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കടന്നു മൊത്തം എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാറേ, എന്റെ കാറ് കിട്ടൂല. കിളി പോവും. அந்த ஆளுக்கு காடு கையில கட்டியா கிளி போகும். എൻ്റെ അമ്മ, ആ ബീജ് നൈസ് കേട്ടോ, നൈസ് ബീജ്. ആ ഒരു പെട്ടെന്നുണ്ടായിരുന്ന ചേഞ്ച് നൈസ് കാണാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സാധനം. ഇവിടെ ഈ ഭ്രമര സിനിമയിൽ ഇതേപോലൊരു സീനുണ്ട്. ഞാൻ ലാലേട്ടൻ ഈസ് ബാക്ക്. കാരണം ആ ബോട്ടോസ് അടിച്ച ശേഷം എന്തുമാത്രം വിമർശനങ്ങളായിരുന്നു. കണ്ണനങ്ങുന്നില്ല, റോബോട്ടാണ്, വികാരമില്ലാത്ത മനുഷ്യൻ. ബട്ട് എന്ത് സീനാണിത്! എൻ്റെ അമ്മ, രോമാഞ്ച സീന് തന്നെയാണ്. മാൻ അവസാനമൊക്കെ എത്തിയപ്പോൾ നൈസ് കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര ഒരു കളിച്ചിരി സാധനമായിട്ടുണ്ടെങ്കിലും അവസാനം എത്തിയപ്പോൾ ട്രാക്ക് തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അറിയാതെ അബദ്ധത്തിൽ വായിന്ന് വീണതാണെന്ന് തോന്നുന്നു. ദൃശ്യം മോഡലാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എക്സൈറ്റഡ് ആണ്, കണ്ടു തന്നെ അറിയാം. കാരണം തരുൺ മൂർത്തി അറിയാലോ, എടുത്ത് പറയേണ്ട, ഓപ്പറേഷൻ ചാവ് പോലുള്ള സിനിമകളൊക്കെ ചെയ്ത ആണ്. അപ്പോൾ എന്തെങ്കിലും കാണാതിരിക്കില്ല. സോ യെസ്, ഐ തിങ്ക് ലാലേട്ടൻ ഈസ് ബാക്ക്. നമുക്ക് നോക്കാം. എമ്പുരാന് ശേഷം ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് തുടരും. യാ ഓക്കെ.